സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നാളെ ഇറക്കാൻ പോവുകയാണ്. വിദഗ്ധ സമിതി ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകും. സമഗ്ര പരിഷ്കരണത്തിന് ഒരു നിർദ്ദേശം അതിനകത്തുണ്ടാവും. കിഫ്ബിയിൽ ആകപ്പാടെയുള്ള അടിമുടിയുള്ള അഴിച്ചുപണിക്കുള്ള നിർദ്ദേശം അതിനകത്തുണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെയ്ഫ് സൈനുലാബ്ദീൻ തന്നെയാണ് വിവരങ്ങൾ നൽകേണ്ടത്. സെയ്ഫ്, ഈ ധവളപത്രം പുറത്തിറക്കുമ്പോൾ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആകെ മോശമാണെന്നും അതുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള പല ജനക്ഷേമ പരിപാടികളിലേക്കും കടക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നും സർക്കാരിന് ഒരു ഡിഫൻസ് ഉണ്ടാക്കാൻ കഴിയും വിധത്തിലുള്ള ധവളപത്രമായിരിക്കും വരാൻ പോകുന്നത്. സർക്കാരിന്റെ മധുവിധ കാലമാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ഒഴിഞ്ഞു പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നിഷാദ്. കാരണം ആദ്യ ബജറ്റ് വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടികളുണ്ട്, അത് പറഞ്ഞാണ് അധികാരത്തിലേക്ക് അവർ വന്നത്. അവർ പറഞ്ഞതിനെല്ലാം ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് കാണിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാർ ഇത് തന്നെയല്ലേ പറഞ്ഞത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ വോട്ട് ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പക്ഷേ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്നത് സംബന്ധിച്ച ഒരു വ്യക്തമായ ചിത്രം ആ ധവളപത്രത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നലെ വി.ഡി. സതീശൻ ധവളപത്രത്തെ കുറിച്ച് ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത് വിസ്മയകരമായ ഒരു ധവളപത്രം ഉടനെ പുറത്തു വരും എന്നാണ്. എന്ത് വിസ്മയമാണ് അതിനകത്ത് കാത്തുവച്ചിരിക്കുന്നതെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് എന്തായാലും സഭയിലെ പ്രതിപക്ഷം അടക്കം. അതിനെ ധവളപത്രം എന്ന ഉമ്മാക്കി കാട്ടി ഞങ്ങളെ പേടിപ്പിക്കേണ്ട എന്നാണ് പിണറായി വിജയൻ അതിന് മറുപടി നൽകിയത്. അപ്പോ എന്തെങ്കിലും അതിനകത്തുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിനകത്തുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്ന്, പഴയ സർക്കാർ അധികാരത്തിൽ നിന്ന് മാറി പുതിയ സർക്കാർ വരുന്ന സമയത്തിൽ ഖജനാവിൽ എത്ര രൂപയുണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അതിനകത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ നിലവിലെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്, കേന്ദ്രത്തിൽ നിന്ന് എത്ര പണം കിട്ടാനുണ്ട്. കഴിഞ്ഞ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നതായിരുന്നു. സാമ്പത്തികമായി ഞെരുക്കുന്നു, അവർ കിട്ടേണ്ട പണം ഞങ്ങൾക്ക് തരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ സൂചിപ്പിച്ചിരുന്നു. അപ്പോ എത്ര പണം കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അതിനകത്ത് ഉണ്ടാകും. സമഗ്രമായ പരിഷ്കരണം സാമ്പത്തിക മേഖലയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് വി.ഡി. സതീശൻ ആലോചിക്കുന്നത്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം വിമർശനങ്ങൾ വി.ഡി. സതീശൻ ഉന്നയിച്ചത് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടാണ്, ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ് സംസ്ഥാനത്ത് നടക്കുന്നത്, നികുതി പിരിവ് കൃത്യമായി നടപ്പാക്കാൻ വേണ്ടി സർക്കാരിന് കഴിയുന്നില്ല, അതുകൊണ്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നത് അടക്കം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് സാമ്പത്തിക രംഗം എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ള നിർദ്ദേശം അതിനകത്തുണ്ടാകും. അത് എത്രത്തോളം വി.ഡി. സതീശൻ ഉൾക്കൊണ്ട് അതൊക്കെ നടപ്പാക്കും എന്നുള്ളത് മറ്റൊരു ചോദ്യം. പിന്നീടുള്ളത് കിഫ്ബിയാണ്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഒരു സമൂല അഴിച്ചുപണി, സമഗ്ര മേഖലകളിലുള്ള കിഫ്ബിയുടെ അഴിച്ചുപണി ഒരു നിർദ്ദേശം അതിനകത്തുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള സൂചനകൾ. അത് കിഫ്ബി ബജറ്റിനുള്ളിലേക്ക് കൊണ്ടുവന്ന് ബജറ്റിനുള്ളിൽ അതിന്റെ പദ്ധതികൾ പ്രഖ്യാപിക്കുക എന്നുള്ള ആലോചനയായിരിക്കും നടത്താൻ പോകുന്നത്. എന്നാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് കിഫ്ബിയെ താങ്ങിക്കൊണ്ടുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാവുകയുമില്ല. അതിനകത്ത് സമ്പൂർണ്ണ അഴിച്ചുപണി ഉണ്ടാകും. ആ നിർദ്ദേശങ്ങൾ അതിനകത്ത് ഉണ്ട്. എന്തായാലും ആ റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട്. കെ.എം. ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതിയാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് തന്നെ ആ റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർ സംസ്ഥാനത്തില്ല. അന്ന് മുഖ്യമന്ത്രിയില്ല, ആഭ്യന്തരമന്ത്രിയില്ല. രണ്ടുപേരും ഡി.കെ. ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി കർണാടകയിലേക്ക് പോയേക്കാണ്. രാത്രിയോട് കൂടി മാത്രമേ തിരികെ എത്തുകയുള്ളൂ. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇന്ന് കൈമാറും. നാളെ നിയമസഭയിൽ വൈറ്റ് പേപ്പർ വയ്ക്കും എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഓക്കെ, സെയ്ഫ്, അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ധവളപത്രം വെക്കുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട സോഴ്സുകൾ കാണിക്കണമല്ലോ. അതിൽ കേന്ദ്ര സർക്കാർ നമുക്ക് തരാനുള്ളത്, നാം ആവശ്യപ്പെടുന്നത് പോലെയുള്ള സംഗതികളെല്ലാം അതിൽ വെക്കേണ്ടതുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സർക്കാർ വിവേചന സമീപനം കാണിക്കുന്നതുകൊണ്ട് സാമ്പത്തികമായി പ്രയാസമാണ് എന്ന് പറയുകയും ഇവരതിനെ പൂർണ്ണമായി എടുക്കുകയും ചെയ്തിരുന്നില്ല. അത് നിങ്ങളുടെ ദൂർത്തുകൊണ്ടും മിസ്മാനേജ്മെന്റോടുള്ള പ്രശ്നമാണ് എന്ന് മാത്രമല്ല, ഇത്തവണത്തെ ആദ്യത്തെ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തെ ഇവർ വിമർശിക്കുന്നുമില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു പൊസിഷനിലേക്ക് അവർ എത്തിയിട്ടില്ല. ഈ ധവളപത്രം വരുമ്പോൾ കേന്ദ്രം നമുക്ക് തരാനുള്ളത് തരുന്നില്ല, നമ്മുടെ അവകാശങ്ങൾ മാനിക്കുന്നില്ല, നമ്മുടെ റേഷ്യോ കുറയ്ക്കുകയാണ് എന്ന പ്രശ്നങ്ങളിലേക്ക് ഇവർക്ക് എത്തേണ്ടി വരുമോ, ടച്ച് ചെയ്യേണ്ടി വരുമോ? അത് ആയിരിക്കുമോ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഇതിനകത്ത്? അതെ, തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെ ആയിരിക്കും നിഷാദ്. കാരണം നിഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ രണ്ട് സർക്കാരുകളുടെ കാലത്ത്, അല്ലെങ്കിൽ രണ്ടാം സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും ഗുരുതരമായ ചില ആരോപണങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുകയും ഡൽഹിയിലടക്കം പോയി. കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സമരം, ഇത്രയും MLA-മാർ എല്ലാവരും കൂടെ പോയി ഒരു സമരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഡൽഹിയിൽ പോയി കേന്ദ്രത്തിനെതിരെ സമരം നടത്തേണ്ടി വന്നു. സുപ്രീം കോടതിയെ വരെ സമീപിക്കേണ്ടി വന്നു. നിയമപരമായി നോക്കി, രാഷ്ട്രീയമായി നോക്കി, എന്നിട്ടും കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് കഴിഞ്ഞ സർക്കാർ ഉന്നയിച്ച ആരോപണം. അപ്പോഴെല്ലാം വി.ഡി. സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, കേന്ദ്ര സർക്കാർ തരുന്നോ ഇല്ലയോ എന്നുള്ള വേറൊരു വിഷയം. പക്ഷേ നിങ്ങളുടെ ധനകാര്യ മാനേജ്മെന്റാണ് ഇതിനകത്തെ പ്രശ്നം, അതുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇവർക്ക്
UDF സർക്കാരിന് കിട്ടേണ്ടത് നൽകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുകയാണ്. അതിനുള്ള ഉത്തരം വരും സമയങ്ങളിലാണ് എന്തായാലും കിട്ടേണ്ടത്. കേന്ദ്രത്തിൽ നിന്ന് ഇത്ര രൂപ കിട്ടാനുണ്ട് എന്നൊക്കെ ധവളപത്രത്തിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് രാഷ്ട്രീയമായി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പോൾ BJP ഇതര സംസ്ഥാനങ്ങളിലെ എല്ലാം സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനും അവിടെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും എല്ലാം കേന്ദ്ര സർക്കാർ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന BJP UDF സർക്കാരിന് വലിയ സാമ്പത്തിക സഹായം ചെയ്യും എന്ന് അവർ ധരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് രാഷ്ട്രീയമായി തെറ്റായി നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കുകയും കണക്കാക്കുകയും ചെയ്യാം. എന്തായാലും അതിനുള്ള ഉത്തരം കൂടി കേന്ദ്ര സർക്കാർ എത്ര രൂപ തരാനുണ്ട്, ഇനി ഈ അടുത്ത സാമ്പത്തിക വർഷം എത്ര രൂപ നമുക്ക് കിട്ടും തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ഒരു വ്യക്തത ആ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നിഷാദ്, ശരി. സൈഫ് സൈൻലാബ്ദീനാണ് തിരുവനന്തപുരത്ത് നിയമസഭയിൽ വിവരങ്ങൾ നൽകിയ. ധവളപത്രവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൊടുക്കാൻ പോവാണ്. സർക്കാർ നാളെ ധവളപത്രം പുറത്തിറക്കും. ഈ സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ ഖജനാവ് തൂത്തുക്വാരിയാണ് പോയത് എന്ന വിമർശനം പുതിയ സർക്കാരിന് ഉണ്ട്. കഴിഞ്ഞ സർക്കാർ പോയപ്പോൾ അത് കാണിച്ച് പേടിപ്പിക്കേണ്ട, എന്താണ് വ്യാഖ്യാനം പറഞ്ഞ് പേടിപ്പിക്കേണ്ട എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ധവളപത്രം പുറത്തു വരുമ്പോൾ എന്താണ് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി എന്നറിയാം. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൗതുകകരമായ കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തെക്കുറിച്ച് ധവളപത്രം എന്തു പറയുന്നു എന്നാണ്. കേന്ദ്ര സർക്കാർ നമുക്ക് പണം തരുന്നില്ല എന്ന വിമർശനത്തെ, അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ നിലപാടിനെ VD സതീശൻ അംഗീകരിച്ചിരുന്നില്ല. ഇത്തവണത്തെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള അവരുടെ നയപ്രഖ്യാപനത്തിൽ പോലും കേന്ദ്രത്തിൻ്റെ വിവേചന സമീപനം പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. ധവളപത്രത്തിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഒപ്പം ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള KSRTCയിലെ സൗജന്യ യാത്ര, അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള പ്രത്യേകമായ അലവൻസ്, പെൺകുട്ടികൾക്കുള്ളത്, കുറേയധികം പരിപാടികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കൊടുക്കാൻ കഴിയുന്ന പാങ്ങ് നമ്മുടെ ഖജനാവിനുണ്ടോ എന്ന് അറിയാനും നാളെ പറ്റും എന്നാണ് കാണേണ്ട കാര്യം. സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരിക്കും ഈ ധവളപത്രം എന്ന് തന്നെ വിചാരിക്കണം.